കുറച്ച് കാലം കൂടെ എന്തായാലും നിങ്ങൾ ഈ സ്പൈക്കിൽ തന്നെ സഹിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എത്ര ചീകി വെച്ചാലും ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. എനിവേ കുറച്ചുകൂടി നീണ്ടു കഴിഞ്ഞാൽ ഒരു ബോയ് കട്ട് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ യുവേഴ്സ് പൊന്നു. വെൽക്കം ടു മൈ ചാനൽ പൊന്നു മാതരാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ വലിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ മാത്രം ഞാനൊരു ഡോക്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ചിലപ്പം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കോ അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ആൾക്കാർക്കോ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയ ഒരാളായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എത്തിയ സമയത്ത് എനിക്കത് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഡിപ്രഷൻ ആയിക്കോളണം എന്നില്ല കേട്ടോ. ഈ പോസ്റ്റ്മോർട്ടം ഒരു ആദ്യത്തെ നമ്മൾ ഈ പ്രസവശേഷം ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചില്ലറ ബുദ്ധിമുട്ടുകളൊന്നുമല്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ഈ 2 ആഴ്ച അധിക സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ അതൊക്കെ ഡിപ്രഷൻ ആയിക്കോളണം എന്നില്ല. അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോഴേ അതൊരു ഡിപ്രഷനിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രഗ്നൻസി ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്ഷൻ ആയിരുന്നു, അതുപോലെ തന്നെ എനിക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു യൂട്രസിൽ, അപ്പോൾ അതും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പ്രൊസീജിയർ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെയിൻഫുൾ ആയിരുന്നു. എനിക്ക് സപ്പോസിറ്റർ വെച്ചിട്ട് വരെ പെയിൻ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ICUവിലായിരുന്നു. അത് എല്ലാവരും സെക്ഷൻ കഴിഞ്ഞ് ICUവിലാണ് ഉണ്ടാവുക. അപ്പോൾ അന്ന് വാവ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ എൻ്റെ ICUവിലായിരുന്നു, പ്രീമേച്ചറായിരുന്നു. അപ്പം ചെറിയ ബ്രീത്തിങ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാവ എൻ്റെ ICUവിലായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം, 4ാമത്തെ ദിവസമൊക്കെ റൂമിലേക്ക് എന്നെ മാറ്റിയെങ്കിലും വാവയെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ശിശുവേട്ടൻ പറയുന്നത്, ഞാൻ റൂമിലെത്തി കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് ഓക്കെ ആയതിന് ശേഷമാണ് പറയുന്നത്, വാവയ്ക്ക് ഇങ്ങനെ ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്നെ ICUവിൽ വെച്ചത്. അതുവരെ ശിശുവേട്ടൻ പറഞ്ഞത് പ്രീമേച്ചർ ആയതുകൊണ്ടാണ് വെച്ചത്, ഇൻക്യുബേറ്ററിൽ വെച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര ഹൈപ്പ് ആകുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അതേസമയത്ത് ഡൗൺ ആകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാതെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കുറേ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ കുറേ കരയും. അത് പക്ഷേ ഇത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വാവയായി, 2ാമതൊരു കുട്ടിയായി, അപ്പോൾ ആ ഒരു സന്തോഷിക്കല്ലേ നമ്മൾ വേണ്ടത്. പക്ഷെ അതിന് പകരം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ശിശുവേട്ടനും പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും, ഓക്കെ ആവും. പക്ഷെ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ വെറുതെ ചൂടാവുന്നുണ്ടായിരുന്നു. ആ സമയമൊക്കെ എങ്ങനെയോ കടന്നുപോയി. കുറച്ചുകൂടെ മുന്നേ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യാനോ വീഡിയോ ഫേസ് ചെയ്യാനോ ഒന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഡിപ്രഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിപ്രഷൻ വന്ന ഒരു വ്യക്തിക്ക് 24 hours ഡിപ്രഷൻ ആയിക്കോളണമെന്നില്ല. അതിൽ ചിലപ്പോൾ 1-2 മണിക്കൂറുകൾ നല്ല മണിക്കൂറുകളും ഉണ്ടാകും. ആ സമയത്തായിരിക്കും ഞാൻ ചിലപ്പോൾ ഹാപ്പി ആയിട്ടിരുന്ന സമയത്തായിരിക്കണം ഞാൻ ചിലപ്പം കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതല്ലാത്ത പക്ഷം എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാനോ വീഡിയോ ചെയ്യാനോ ഒന്നുള്ള ഒരു മൂഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 2 ആഴ്ച വരെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നം, ദേഷ്യം, അധികമായിട്ടുള്ള കരച്ചിൽ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ എല്ലാം തന്നെ ഡിപ്രഷൻ ആയിക്കോളണമെന്നില്ല കേട്ടോ. കാരണം അധിക ആൾക്കാർക്കും ഈ സ്ത്രീകൾക്ക് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഈ മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നം വരുമ്പോൾ അത് ഡിപ്രഷനായിട്ട് കണക്ട് ചെയ്യേണ്ട. ആദ്യത്തെ 2 ആഴ്ച നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2 ആഴ്ച കഴിഞ്ഞിട്ടും അത് അധികമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക കേട്ടോ. അതായത് സൈക്കോളജിസ്റ്റിനെ അല്ല കാണിക്കേണ്ടത്, സൈക്യാട്രിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. അത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റുകൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് പോലെയാണ് അവർക്ക് നമുക്ക് തരാൻ പറ്റുന്നത്. അതിപ്പോൾ നമുക്ക് നല്ലൊരു മെൻറ്റർ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ
അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ പറയുന്നത്. അതേസമയത്ത് ചില കേസുകളിൽ നമുക്ക് ഒരു സൈക്യാട്രിസ്റ്റ്, അതായത് ഈ ഡിപ്രഷൻ പോലെയുള്ള സംഭവമാകുമ്പോൾ നമുക്ക് എന്തായാലും മെഡിക്കേഷൻ ഉണ്ടായേ മതിയാവുള്ളൂ. അപ്പം മെഡിസിൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കും. ഇപ്പോഴും ഈ ജനറേഷനിലും ഇന്നത്തെ കാലത്തും പല ആൾക്കാർക്കും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തിന് ചികിത്സിക്കാൻ പോവുകയാണെന്നുള്ള ഒരു മിഥ്യാധാരണ ഇന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട്. അത് വിചാരിച്ച് ആൾക്കാർ എന്ത് പറയും എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ട ഒരവസ്ഥയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് കാണിക്കുക തന്നെ വേണം കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇതുപോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളെപ്പോഴും കയ്യോ കാലോ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയി ഒരു ഡോക്ടറെ അടുത്ത് കാണിക്കും, അല്ലേ? അവിടെ മരുന്ന് വെച്ച് കെട്ടും. അതുപോലെ തന്നെയാണ് നമുക്ക് മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് ഒരു ഡോക്ടറിനെ കാണിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് അതെല്ലാം ഭ്രാന്തല്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോസിസ് അല്ലെങ്കിൽ ഒരു തേർഡ് സ്റ്റേജിലേക്ക് കടക്കുമ്പോഴേക്കും, ഒരു വലിയ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കുള്ള മാറ്റങ്ങളാണ് അതൊക്കെ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ രണ്ടാഴ്ചയുടെ അടുത്ത് തന്നെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ കരച്ചിലും എപ്പോഴും ഈ വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും, ഭയങ്കരമായിട്ട് സന്തോഷിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അവരൊക്കെ പോകുമ്പോഴേക്കും ഞാൻ പിന്നെയും ഇങ്ങനെയാവും. ആ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു അപ്സ് ആൻഡ് ഡൗൺസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ആ സമയത്ത്. പിന്നെ ഞാൻ നേരിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അതറിയാം, സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് പാല് ഇറങ്ങാൻ കുറച്ച് സമയം പിടിക്കും, അല്ലേ? പക്ഷേ എൻ്റെ ആദ്യത്തെ ഡെലിവറീനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡെലിവറിയിൽ എനിക്ക് പാല് വരാൻ കുറച്ച് സമയം അധികം എടുത്തിട്ടുണ്ടായിരുന്നു. പാല് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ അപ്റ്റാമിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടി കലക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്, ഒട്ടും പാലില്ലാത്തതുകൊണ്ട്. ആദ്യം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം പിന്നെ പാല് കലക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്റ്റാമിൽ പൗഡർ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോർമുല ഫീഡ് ചെയ്യുന്നത് എന്തോ ഭയങ്കര പാതകം പോലെയാണ് ആൾക്കാർ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളത്. അതായത് നീ നല്ലോണം ഫീഡ് ചെയ്യാത്തതുകൊണ്ടാണ്, നീ നല്ലോണം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ്, നീ അത് കഴിക്കാത്തതുകൊണ്ടാണ്, ഇത് കഴിക്കാത്തതുകൊണ്ട്, അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ്, ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് പാലില്ല. ഇത് കേൾക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഇറിറ്റേഷനും എനിക്കുണ്ടായ സങ്കടവും എനിക്കുണ്ടായ വിഷമവും എന്താണെന്ന് എത്രത്തോളമാണെന്ന് പറയാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഒരിക്കലും ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ ഈ പുതിയതായിട്ട് പ്രസവിച്ച അമ്മമാരുടെ അടുത്തൊക്കെ നിന്നിട്ട് ഈ പാലില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേ തവണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ പ്രസവിച്ച അമ്മമാർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും മാനസിക വിഷമവും എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക. പാലില്ലാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒരിക്കലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് മാത്രമല്ല നമുക്ക് പാലില്ലാതിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ അവസ്ഥ വരും. ഞാൻ മോന് കഷ്ടി ഒരു 6 മാസം വരെ ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുള്ളൂ. ആ 6 മാസം തന്നെ എങ്ങനെയാണ് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പാല് കംപ്ലീറ്റ് വറ്റിപ്പോകുന്നത് പോലെ അങ്ങ് വറ്റിപ്പോവുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫോർമുല മിൽക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു തെറ്റൊന്നല്ല ഒരിക്കലും. പക്ഷേ നമ്മളെ ഈ സൊസൈറ്റി നമ്മളത് അങ്ങനെ ആ രീതിയിൽ അങ്ങനെ ആക്കി തീർക്കുകയാണ്. ബ്രസ്റ്റ് ഫീഡ് മാത്രം ചെയ്താലേ കുട്ടി നന്നാവുള്ളൂ, കുട്ടി വളരുള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലൊക്കെ മുലപ്പാൽ ലഭ്യമാണ്, ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് കരുതി നമുക്ക് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരോടത്ത് പോയിട്ടാണ് നമ്മൾ ഈ മുലപ്പാൽ വാങ്ങിക്കൊണ്ടുവരിക? അപ്പോൾ നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഡോക്ടർ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരുന്നത് ഫോർമുല മിൽക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർമുല മിൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന സമയത്ത് സ്പൂണ് വെച്ചിട്ട് കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ടാസ്ക്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു, സ്പൂണ് വെച്ചിട്ട് ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്പൂണിനെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും
അടുത്ത സ്പൂൺ ഇടുന്ന സമയത്തേക്ക് കുട്ടി കരയാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു. പിന്നെ ഞാൻ ബോട്ടിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട് സേബ ഈ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് മെൻ്റലി എൻ്റെ കൂടെ നിന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുമായിരുന്നു, അവളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്. അപ്പോൾ അവൾ പറയുമായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറല്ലേ, എൻ്റെ മക്കൾക്ക് ഞാൻ ആ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ അവൾ ഒരാൾ കാരണമാണ് ഞാൻ ബോട്ടിൽ ശീലിപ്പിക്കുക എന്നുള്ള രീതിയിൽ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തത്. ബോട്ടിൽ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ വാവ കുറച്ചൊന്ന് ബെറ്ററായി വരാൻ തുടങ്ങിയത്. എനിക്കും കുറച്ച് ആശ്വാസം കിട്ടിയതും വാവയ്ക്കും കുറച്ച് ആശ്വാസം കിട്ടിയത്. കാരണം വാവയ്ക്ക് കണ്ടിന്യൂസ് ഇപ്പോൾ 30 ml മിൽക്ക് തുടങ്ങിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു മിൽക്ക് വരെ കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതിന് ഇപ്പം ബോട്ടിൽ കൊടുക്കുന്നതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ബോട്ടിൽ ഫീഡ് അത്രയും നല്ല കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വേറെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് ഇതിപ്പം പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാര്യം. ഇപ്പോൾ ഡിപ്രഷനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ വന്ന വിഷമങ്ങളും സങ്കടങ്ങളും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ആരെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓർത്ത് വല്ലാതെ വ്യാകുലപ്പെടേണ്ട. നിങ്ങൾ കുട്ടീൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ചുറ്റുമുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. പിന്നെ പല ആൾക്കാരും പലതും പറയും കേട്ടോ, ഇന്നത് ചെയ്താൽ പാലുണ്ടാവും, അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇത് കഴിക്കുക, ഇത് കുടിക്കുക. അമ്മേ, എല്ലാ കാര്യങ്ങളും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പാലില്ലാത്തൊരവസ്ഥ വരാനുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ എന്താ പറയുക, നമ്മളുടെ ഒരു അവസ്ഥയാണത്. അപ്പോൾ അതിനെ ഒരു മറ്റുള്ളവർ പറയുന്ന പോലെ നമ്മളും നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ പാലില്ല എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് ഞാൻ എന്തോ പാചകം ചെയ്യുന്ന രീതിയിലൊക്കെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് വാവയെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വാവയെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല നോക്കേണ്ടത്, ഞാൻ നോക്കിയാൽ ശരിയാവില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാല് കൊടുക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. എന്നോട് പാല് കൊടുക്കാൻ വേണ്ടി ശിശുവേട്ടനൊക്കെ നീ ഫീഡ് ചെയ്യുക കരയുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊടുത്തിട്ടല്ലേ ഉള്ളൂ, 1 മണിക്കൂറായതല്ലേ ഉള്ളൂ എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. പക്ഷേ പാല് കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിലല്ലേ കുട്ടി കരയാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ എനിക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു ക്ഷമയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിയോ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്താ ഞാൻ പറയുന്നത്, എന്താ ഞാൻ ചിന്തിക്കുന്നത്, അതൊന്നും മനസ്സിലാക്കുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇട്ടിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാനാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ സമയത്തൊക്കെ എനിക്ക് മുട്ടയടിക്കാനും ഓർണമെൻറ്റ്സ് കംപ്ലീറ്റ് അഴിച്ച് കളയാനും അങ്ങനെ ഒട്ടും കോൺഷ്യസ് അല്ലാതായി എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾ ഒട്ടും കോൺഷ്യസ് അല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളില്ലേ. ഇപ്പം തടി വെച്ചു, പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ ബെറ്ററായി വരാനല്ലേ നമ്മൾ നോക്കേണ്ടത്. അതിനൊന്നും ഞാൻ തീരെ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അങ്ങനത്തെയൊക്കെ എന്താ പറയുന്നത്, നമുക്ക് ഒരു പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു നല്ല ഡ്രസ്സ് ഇടാനോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. നമുക്ക് കോൺഫിഡൻസ് ലെവൽ കംപ്ലീറ്റ് ഡൗൺ ആയി പോവുക. നമുക്ക് ഉള്ളതിനെ തന്നെ നന്നായി കാണുന്നതിന് പകരം ഉള്ളതും കൂടെ നമുക്ക് കാണാൻ പറ്റാതെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. ഒരിക്കലാണ് ഞാനൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നതും ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. ആ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബെറ്ററായി എന്ന് കരുതി നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് വന്നു, അങ്ങനെയല്ല കേട്ടോ. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്രഷൻ വരുന്ന സമയത്ത്, ഈ വിഷാദരോഗം വരുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ നമ്മുടെ നല്ല ഹോർമോൺസ് വർക്ക് ചെയ്യില്ല, ഹാപ്പി ഹോർമോൺസ് ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഹാപ്പി ഹോർമോൺസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഗ്ലൂമി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹാപ്പി ഹോർമോൺസ് നാച്ചുറലി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ട, ഇപ്പം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും കുറേ ബ്രീത്തിങ് എക്സസൈസ് പറയും, അല്ലെങ്കിൽ കുറേ ചെയ്യേണ്ട എക്സസൈസ് പറയും. പക്ഷേ ഈ എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെൻ്റലി ഓക്കെ അല്ലാത്ത ഒരാൾ എങ്ങനെയാണ് നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക? ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു റൂമിൽ വന്നിരുന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുകയാണ്. ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല.
പക്ഷെ ആ പറ്റുന്നില്ല എന്ന് പറയുന്നത് വേറൊരാൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ നിനക്ക് പറ്റാതെ, നീ ചെയ്താൽ അപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാവുകയാണ് ചെയ്യുക. നീ അത് ചെയ്യുമെന്ന് പറയുമ്പോൾ അപ്പോൾ ആ സ്ട്രെസ്സ് നമ്മൾ എടുക്കുന്നതിലും നല്ലത്, അത്രയും സ്ട്രെസ്സ് നമ്മൾ എടുക്കുന്നതിലും നല്ലത് നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറിനെ കാണിച്ച് ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുന്നത്, കെമിക്കലി നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ച് ബെറ്ററായി വരും. ആ ബെറ്ററായി വരുന്ന സ്റ്റേജിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടാം. സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സും പോലെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതിയെ നമ്മുടെ മെഡിസിൻസിൻ്റെ ഡോസേജസ് കുറച്ച് കൊണ്ടുവരാം. ഡോസേജസ് കുറച്ച് കൊണ്ടുവന്ന് ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ കുട്ടിയെ അപായപ്പെടുത്താനും കുട്ടിയെ എന്തെങ്കിലും ചെയ്യാനും അങ്ങനെയൊക്കെ തോന്നുക ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ അത്രയും ഒരു എക്സ്ട്രീം വേർഷനിലേക്കൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വാവേനെ നോക്കുന്നതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും, അല്ലെങ്കിൽ വാവേനെ നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ശിശുവനൊക്കെ പറഞ്ഞ് വാവേനെ നന്നായി കൊഞ്ചിച്ച് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ കൊഞ്ചിക്കാൻ പറ്റാതെ വരിക, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലായിരിക്കും ഈ മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ ഡിപ്രഷനും കാര്യങ്ങളും ആയിക്കൊള്ളണമെന്നില്ല. ചിലതൊക്കെ ഈ മൂഡ് സ്വിങ്സ് ആയിരിക്കാം, ചിലത് ഡിപ്രഷൻ ആയിരിക്കാം, ചിലത് ഡിപ്രഷൻ്റെ മുകളിലോട്ട് വരുന്ന അവസ്ഥയായിരിക്കാം. അപ്പോൾ നിങ്ങളൊരു ആദ്യത്തെ ഒരു 1 വീക്ക് 2 വീക്സ് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുക. നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. ചിലപ്പം ചില കേസിലൊന്നും അത് നടന്നുകൊള്ളുന്നില്ല. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരുടെ സഹായം നമുക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ ഇത് ബെറ്റർ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ കൂടെ ഭർത്താവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആൾക്ക് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് എഡ്യൂക്കേഷൻ്റെയോ അല്ലെങ്കിൽ അതൊന്നുമല്ല, ഇതൊരു പ്രത്യേക ഒരു മാനസിക അവസ്ഥയാണ്. ആരെങ്കിലും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള സിംറ്റംസൊക്കെ നിങ്ങളുടെ ചുറ്റിലുള്ള ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക, അവരെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു നോർമൽ ലൈഫിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ എത്രത്തോളം സംസാരിച്ചോന്നോ എന്തൊക്കെ സംസാരിച്ചോന്നോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. കാരണം അതാണ് ഈ ഒരു ഡിപ്രഷൻ്റെ പ്രശ്നം. കാരണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ഞാനിപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ എന്ത് വീഡിയോ ഇടണം എന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ, ആദ്യമൊക്കെ ആണെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരെ ഡ്രസ്സ് ചെയ്ത് വന്നിരുന്ന് അങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ച് അതങ്ങ് ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് അതത്ര എളുപ്പമല്ല. എന്ത് ചെയ്യണം, ആ ചെയ്യേണ്ടടുത്ത് എന്തൊക്കെ നമ്മൾ സംസാരിക്കണം, അതൊന്നും പ്രിപ്പയർ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്, ഇതൊരു സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതിയൊക്കെ എടുത്ത് പറയാം. പക്ഷേ അത് ഞാൻ ഫോഴ്സ്ഫുള്ളി അത് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കത് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഡ്യൂറേഷൻ കൂടിപ്പോയോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ. ദിസ് ഇസ് ആദർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.